ഹലോ, ഗുഡ് മോർണിംഗ്. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥ കേൾക്കാം കേട്ടോ. അപ്പോൾ കഥയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വൈജയന്തി ചാടിക്കളിച്ച് അങ്ങോട്ട് ദേഷ്യം പിടിച്ച് വരികയാണ്. കാരണം അലീന പോയിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് അലീന പോയില്ല, അപ്പോൾ എല്ലാം പറഞ്ഞ് സെറ്റിലാക്കിയതല്ലോ, എന്നിട്ടും അവൾ പോവാഞ്ഞത് എന്തേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചെല്ലുമ്പോൾ എന്താണ് അവൾ പോവാഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പോൾ പറഞ്ഞു അവൾ പോകേണ്ട ആവശ്യം എന്താ, അവൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ഇവിടെ ഇപ്പോൾ കള്ളങ്ങളൊക്കെ ഏതാണ്ട് തെളിഞ്ഞില്ലേ അറിയാം. ഇപ്പോൾ അവൻ ഹരിയെ കൊണ്ട് പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ പറയിച്ചിട്ട് ഇപ്പോൾ എന്താ കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടാൻ, ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ അരി വന്ന് ഇവിടെ ജോലിക്ക് നിൽക്കുന്ന കുട്ടിയോട് മോശമായിട്ട് പെരുമാറുമ്പോൾ എന്താ ചെയ്യാന്ന് വയ്ക്കും. അപ്പോൾ പറയും ബാലേന്ദ്രൻ അത് മുഴുവൻ വിശ്വസിച്ചോ. പിന്നെ വിശ്വസിക്കാതെ എന്നറിയും, എനിക്കത്ര വിശ്വാസമൊന്നും വന്നിട്ടില്ല, അത് ഹരിയുടെ അവിടെ നിൽക്കട്ടെ, അവൾ ബാലേന്ദ്രൻ്റെ പിന്നെ പേഴ്സന്ന് പൈസ എടുത്ത കാര്യം അവൾ പറഞ്ഞില്ലേ എന്നറിയും. അത് പിന്നെ പറയാതിരിക്കുമോ, കാരണം പറഞ്ഞതല്ലേ. അപ്പോൾ ഒരു പോലീസ് മുറയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആരായാലും കുറ്റം പറയാതിരിക്കുമോ, ഇത് ഞാനാ ചെയ്തതെന്ന് പറയാതിരിക്കുമോ എന്നറിയും. അതെടുത്തത് നിൻ്റെ മോനാണെങ്കിൽ രോഹി അങ്ങനെയൊന്നും ചെയ്യില്ല, എന്താ തെറിവ് എന്നൊക്കെയാണ് ബാലേന്ദ്രൻ. അയാളുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ സംസാരത്തിൻ്റെ. അപ്പോൾ പറയും എനിക്കത്ര വിശ്വാസമില്ല, ഇതൊരു നാടകമായിരുന്നു, ഹരിയും മനും കൂടെ ചെയ്തൊരു നാടകം, ആ നാടകത്തിലൊക്കെ നമ്മളെല്ലാവരും കൂടെ വീണു പറയും. അപ്പോൾ പറയും നാടകം, എന്ത് നാടകം എന്നറിയും. ഹരിയെ മനുവിനെ നില വിളിച്ച് ബാലേന്ദ്രൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ, എന്നിട്ട് ഇന്ന് ഹരിയും മനുവും കൂടെ അവിടെ വന്ന് കളിച്ചൊരു നാടകമാണ്, അവളെ ഇവിടുന്ന് പറഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും നീ എന്താ ഈ പറയണ്ടിരിക്കും, അതന്നെ അവളിവിടെ വേണം, അവർക്ക് അതിനെന്നെയാണ്, അവരുടെ കള്ളത്തരങ്ങളൊക്കെ എന്തായാലും പൊളിഞ്ഞില്ലേ, എനിക്ക് ആ മനുവിന് അത്ര വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പറയും നിനക്ക് എന്താ എന്താ നിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയും പിന്നെ അല്ലാണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു കള്ളത്തരങ്ങൾ പറയാനുണ്ടോ, എന്തൊക്കെയാണ് പറഞ്ഞത്, അവനും പിന്നെ ഹരിയും എന്താണ് അലീനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നെ പറയുകയാണ്. അപ്പോൾ പറയുക എന്തൊരു നുണേ നീ പറയുന്നത്, എന്താ നീ പറയുന്നത്, ഒരു കോർട്ടിലും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ നീ പറയുന്നത്, കാരണം സ്ഥാപിക്കുകയാണ് അങ്ങനെ ഉണ്ട്, അങ്ങനെയാണ് സംഭവം എന്നല്ല. അതിപ്പോൾ ഇവിടെ നിൽക്കുന്ന പെൺകുട്ടിയുടെ മാനത്തിന് ഒരു വിലയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിലറിയും. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായിട്ടോ, ഇവളെ തണുപ്പിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരൊറ്റ വഴിയുള്ളൂ. ഓഹോ നീ പറയേണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ മനുവിനെ വിളിക്കാം,